കുറുവാ സംഘം തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക ഗ്രാമങ്ങളിലുള്ള പ്രത്യേകിച്ച് തിരുട്ട് ഗ്രാമങ്ങൾ രൂപീകരിച്ചിട്ട് അവിടെ നിന്നും സംഘടിതമായി മോഷണ ശ്രമത്തിന് കേരളത്തിൽ വരുന്ന ഗാംഗുകളാണ്. ഇത് പാലക്കാട്, മലപ്പുറം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം കള്ളന്മാരെ കേരളത്തിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കുറുവാ സംഘമാണ്. പ്രത്യേക ഒരു ജാതിക്കാരല്ല, പല ജാതിയിലുള്ളവരായിരിക്കും. ആ ഗ്രാമത്തിൽ താമസിക്കുന്ന അവിടുത്തെ മൂപ്പൻ, ആ മൂപ്പനാണ് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് വരുന്ന യോജിച്ചുള്ള ആയോധന കലയിൽ ധാരാളം അഭ്യാസികളായ ആയോധന കലയിൽ ധാരാളം പ്രാവീണ്യം സിദ്ധിച്ച അഭ്യാസികളായ നല്ല മെയ്വഴക്കമുള്ള വളരെയധികം ആരോഗ്യമുള്ളവരാണ് ഇവർ. ഒരു സംഘത്തിൽ 20 പേരെങ്കിലും മിനിമം ഉണ്ടാവും. അവർ 2-3 ഗ്രാമങ്ങൾ ഒന്നിച്ച് അവർ ഒരേ രാത്രി തന്നെ മോഷണം നടത്തുകയും ചെയ്യും. രാത്രി 2 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് കുറുവാ സംഘം അവരുടെ ഓപ്പറേഷൻ. പതുങ്ങി CCTV ദൃശ്യത്തിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കുറേയൊക്കെ വന്നു. രാത്രിയാണ് ആയിക്കഴിഞ്ഞാൽ ഈ 2 മണിക്കും 4 മണിക്കിടയ്ക്ക് റോഡിൽ കൂടെ ആയാലും ശരി, അല്ലെങ്കിൽ ഇടവഴിയിലായാലും ശരി, വീടിനടുത്ത് അവർ പതുങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്ത് കുനിഞ്ഞ് നടക്കുക. ചിലർ വീടിനടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ഷോർട്സിലാണ് അവരുടെ രാത്രിയിലെ വസതിയിൽ നിന്ന് പതുക്കെ ഇറങ്ങുക. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പിന്നിലെത്തും. എത്തിയിട്ട് അവർ ചിലപ്പം നമ്മുടെ ടാപ്പ് തുറക്കും. അപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പം വീടിനകത്ത് ഉറങ്ങാൻ കിടക്കുന്നവർ രാത്രി ഉറക്കത്തിൽ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ആ ശബ്ദം കേട്ട സ്ഥലത്തെ വാതിൽ തുറന്ന് അങ്ങ് ഇറങ്ങുക. അപ്പോൾ അവർ കള്ളന്മാരെ കാര്യമോ കുറുവാ സംഘത്തിൻ്റെ കാര്യമോ ഒന്നും ആലോചിക്കത്തില്ല നമ്മൾ. അതൊരു സ്വാഭാവികമായി നമ്മൾ ടാപ്പിൻ്റെ വെള്ള ശബ്ദം കേൾക്കും. അയ്യോ വെള്ളം പോകുന്നുണ്ടല്ലോ, വളരെയധികം പൈസ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് അത് ശബ്ദം കേട്ടവർ സ്ത്രീകളായാലും പുരുഷനായാലും അന്നേരം മറ്റൊരു പോലും പറയാതെ പോയി അങ്ങ് അടച്ചിട്ട് വീണ്ടും കയറി കിടക്കാം എന്ന് വിചാരിച്ച് അവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പോവുകയാണ്. അത് അവിടെ ചെന്നാൽ പിടിക്കപ്പെടും, അടിച്ചു വീഴ്ത്തും. ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ കഴുത്തിലുള്ള മാല, കമ്മിൽ അല്ലെങ്കിൽ കാതിലെ കമ്മൽ എല്ലാം ഊരി അങ്ങ് എടുക്കും. ആരും അറിയില്ല. അടി കൊണ്ട് ബോധം കെട്ട് വീണ് കിടക്കുകയാണ്. ചിലപ്പം മരിച്ചെന്നും വരും. അവർ ഓപ്പറേഷൻ രീതി അതാണ്. വീട്ടിലെ ഒരു സാധനങ്ങളും ഒരു ബാഗോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടുപോകില്ല. അവർ ക്യാഷും ഗോൾഡും മാത്രമാണ് അവർ കഴിവുള്ളിടത്തോളം അവരെടുക്കുന്നത്. ബാക്കി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയാണ് ഓപ്പറേഷൻ രീതി. അത് നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം ജില്ലകളിലൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ എല്ലാവരും വന്നിട്ടുണ്ട്. ആക്രി പിറക്കുകയാണ് മെയിൻ ജോലി. ആക്രി പിറക്കുന്നവരെ സൂക്ഷിക്കണം. 10, 15, 16 വയസ്സുള്ള പെൺപിള്ളേരുണ്ടാവും. നമ്മുടെ വീടുകളിലൊക്കെ അവർ വരും, ചെറുപ്പക്കാരികൾ വരും. അതൊക്കെ വീട് കണ്ടെത്താനും അവിടെ ആക്രി സാധനങ്ങൾ വേണമെന്ന് വിചാരിച്ച് വന്ന് ആ വീടിൻ്റെ പരിസ്ഥിതിയെല്ലാം വാച്ച് ചെയ്തിട്ട് ഇൻഫർമേഷൻ അവർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കല്ല് കൊത്താനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കല്ലുകൊത്തുകാർ വരുന്നുണ്ട്. അപ്പോൾ അത് നാട്ടിൻ പ്രദേശത്തൊക്കെ അവർ ഒന്ന് തമ്പടിച്ചിട്ടാണ് അവർ കല്ല് കൊത്താനും അങ്ങനെയുള്ള പണിക്കൊക്കെ വരുന്നത്. അരകല്ല് കൊത്താനും ആട്ടുകല്ല് കൊത്താനും ഒക്കെ നടക്കുന്നവരുണ്ട്. അതൊരു ഒരു കുടുംബം അല്ലെങ്കിൽ 10 രൂപ ഒന്നിച്ച് നീങ്ങുകയാണ്. അപ്പോൾ ഇവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ഓപ്പറേഷൻ രീതി വ്യത്യസ്തമാണ്. വീടിൻ്റെ പിന്നിലെ ടാപ്പ് തുറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകും. അതുപോലെ കുട്ടികളുടെ കരച്ചിൽ ചില ശബ്ദം ഉണ്ടാകുമ്പോൾ ഏത് കൊച്ചാണോ, അയലോക്കത്തെയാണോ ഇവിടെയാണോ, നമ്മുടെ കൊച്ചുങ്ങൾ ഉണർന്നതാണോ, നമ്മുടെ വീട്ടിൽ കുട്ടികളില്ല, അങ്ങനെ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ എങ്ങനെയാണ് കേൾക്കുന്നത്? അതിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അറിയാതെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ പിന്നിൽ ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ഇത് അവരുടെ മോഷണ രീതികളാണ്. അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പല ജില്ലകളിൽ അവർക്ക് കേസുകളുണ്ട്. ധാരാളം കേസുകൾ അവർക്കെതിരായിട്ടുണ്ട്. 10, 50 കേസുള്ള ചില വീരന്മാർ സ്ഥിരമായിട്ട് വന്ന് ജയിലിൽ പോയി വീണ്ടും ഇറങ്ങി വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് നീങ്ങി മോഷണം നടത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചില പ്രിവെൻറ്റീവ് മെത്തേഡ് എടുക്കാനേ പറ്റുള്ളൂ. കുറുവാ സംഘങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള തിരുട്ട് ഗ്രാമത്തിൽ വരുന്ന അവരുടെ ഓപ്പറേഷൻ രീതി വളരെ വ്യത്യാസമാണ്. ആളുള്ള വീടുകളിൽ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യും. ആളില്ലാത്ത വീട് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി എന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ചില കള്ളന്മാർ ആൾ ഇല്ലാത്ത വീടുകളാണ് മിക്കവാറും ഓപ്പറേഷൻ. പക്ഷേ ഇവരങ്ങനല്ല. ആളുള്ളതൊന്നും അവർക്ക് പ്രശ്നമുള്ള, ആളില്ലാത്തതാണ് വളരെ എളുപ്പം. ആളുള്ള വീട്ടിലും ഓപ്പറേറ്റ് ചെയ്യും. അവരെ അടിച്ച് വീഴ്ത്തി കൊല്ലുന്നതിനൊന്നും അവർക്ക് ഒരു ഭയവും ഇല്ല, അവർക്കൊരു പേടിയില്ല. അതിൻ്റെ ലീഗൽ പ്രശ്നം അവരെ പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.
ഇവർ തിരുനെൽവേലി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ തിരുട്ട് ഗ്രാമങ്ങളുള്ള ജില്ല. തിരുച്ചിറപ്പള്ളിയിലും അതുപോലെ തിരുനെൽവേലിയിലും ഒക്കെ അവിടെ നിന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. അതുപോലെ പാലക്കാടിൻ്റെ ബോർഡർ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പേര് പാലക്കാട് തൃശ്ശൂരോട്ട് വരുന്നതൊക്കെ ആ ബോർഡർ ഏരിയയിൽ നിന്നാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡേ നമുക്ക് പറ്റുള്ളൂ. ഇവർ സാധാരണ വീടിൻ്റെ പിൻവശത്തു നിന്നാണ് ഓപ്പറേഷൻ, അടുക്കള ഭാഗം. അപ്പോൾ അടുക്കള ഭാഗത്ത് അവർ മിക്കവാറും മോഷണ രീതി, ഈ വയലൻസ് ഉപയോഗിക്കുന്ന ഈ കുറുവാ സംഘങ്ങളുടെ മോഷണ രീതി പിൻവശത്തെ അല്ലെ അടുക്കള വാതിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അടുക്കളയ്ക്കകത്തൊരു ലൈറ്റ് ഇടുക, അടുക്കളയുടെ പിൻവശത്ത് ഇരുട്ട് വേണ്ട, മുൻവശത്ത് ഇട്ടില്ലെങ്കിലും വേണ്ടി നമുക്ക് കാണാം. അടുക്കളയുടെ പിൻവശത്ത് എപ്പോഴും ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങളാണ്, അവിടുത്തെ ലൈറ്റ് ഇടുക. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരവിടെ നിൽക്കത്തില്ല, ചിലപ്പോൾ CCTV ഉണ്ടെന്ന് അവർക്കറിയാം. ഏതായാലും ഇരുട്ടുള്ള ആ സ്ഥലത്ത് അവിടെയാണ് അവർ സാധാരണ ഓപ്പറേഷൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾ നാടൻ പഴയ കാലത്തെ ഇപ്പോഴത്തെ ആധുനികമായ പൂട്ടുമൊക്കെ അകത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ വീടുകളിലും ഇപ്പോഴത്തെ പുതിയ വീടിലൊക്കെ ഒരു ഇരുമ്പ് പട്ട അടുക്കളയിലെ വാതിലിൻ്റെ അവിടെ ഇരുമ്പ് പട്ട കൊണ്ട് ആ വാതിൽ ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നല്ലത്. കാരണം അത് ഒരു തരത്തിൽ അവർക്ക് പൊക്കാൻ ഒക്കില്ല. ഒരു 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 കൈയുടെ വീതി അല്ലെങ്കിൽ കൈപ്പത്തിയുടെ വീതിയിലോ അല്ലെങ്കിൽ ഒരു 2 സ്കെയിലിൻ്റെ വീതിയിലോ അത്രയും നമ്മൾ വീതിയുള്ള പട്ട അടുക്കള വാതിലിൻ്റെ അകത്ത് ഒരു കൊളുത്തിട്ടിട്ട് അപ്പുറത്തെ ഒരു കൊളുത്തിട്ട് എല്ലാ ദിവസവും അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും ബോൾട്ട് ഇടുന്നത് ഒപ്പം തന്നെ ഈ പട്ട ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വാതിൽ ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ ബോൾട്ട് തട്ടിപ്പൊളിച്ച് കയറത്തുമില്ല. അപ്പം വീടിനകത്ത് ഇൻറ്റേർണലായിട്ട് നമ്മൾ കിടക്കുന്നത് അതുപോലെ മുൻവശത്തെ വാതിലിനൊക്കെ ഈ ഒരു പട്ട വെക്കുന്നത് വളരെ സുരക്ഷിതത്വമാണ്. പിൻവശത്തെ ലൈറ്റ് ഇടുകയും ചെയ്യണം. അതുപോലെ വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിലൊന്നും ധാരാളം ആഭരണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കരുത്. കഴിവുള്ളിടത്തോളം അരപ്പവൻ്റെ എങ്ങാനും ഒരു മാല അല്ലെങ്കിൽ ഗിൽറ്റ് മാല, ഇത് വളരെ വീട്ടിൽ വരുന്നവർ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ആക്രിസാധനം പിറക്കാൻ വരുന്നവർ മീൻ കൊണ്ടുവരുന്നവർ ഇങ്ങനെ പല രീതിയിൽ അവർ വരും. അവരെ ആകർഷിക്കും. വീട്ടിലെ എല്ലാവരും ആഭരണം ഇടുന്നവരാണ്, സ്വർണ്ണാഭരണം ഉണ്ട്. ഓരോ മാലയായാലും 4 പെൺകുട്ടികളും അവരമ്മയും 3 പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും 10, 15, 20 പവൻ കിട്ടും. ഇപ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെയൊക്കെ 36,000 രൂപ വില വന്ന് ഒരു പവന്. അപ്പോൾ 8, 10 പവൻ അടിച്ചുകൊണ്ട് പോയാൽ ധാരാളം പൈസയായി. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ശരി ആഭരണങ്ങൾ കഴിവുള്ളിടത്തോളം ഉപയോഗിക്കാതിരിക്കുക. അത് എന്തിനാണ് അധികം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ജീവൻ അപകടത്തിലാവും. കല്യാണത്തിനൊക്കെ പലരും ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേഹം മുഴുവൻ ആഭരണം അടുത്ത വീട്ടിൽ കൈവായ്പ വാങ്ങിച്ചു പോയി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം, അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഏതായാലും ഇവർ ഓപ്പറേഷൻ ചെയ്ത് 2-ൻ്റെയും 4-ൻ്റെയും ഇടയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ വരുന്നത്. ആ സമയത്ത് നല്ല സൗണ്ട് സ്ലീപ്പാവും. ലേറ്റായിട്ട് തുടങ്ങുന്നവർ 12:30, 1 മണിക്കൊക്കെ പയ്യന്മാരെല്ലാം കിടന്ന് ഉറങ്ങും. അല്ല ചിലപ്പോൾ 2 വരെ ഇരുന്ന്. പിന്നുള്ള ഉറക്കം വളരെ സൗണ്ട് സ്ലീപ്പിലാണ്. അതുകൊണ്ടാണ് 2-നും 4-നും ഇടയ്ക്ക് മിക്കവാറും ഉള്ളവർ നല്ല സുഖസുഷുപ്തിയിലാണ്. ആ സമയത്ത് തന്നെയാണ് അവർ ഓപ്പറേഷൻ അല്ലാത്ത സമയത്ത് അവന്മാർ വരുന്നത് വളരെ ചുരുക്കമാണ്, വരാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പിൻവശത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലെ തന്നെ കോടാലി, നമ്മുടെ വീട്ടിൽ തന്നെ പാര അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ അടുക്കള പുറവശത്തൊരു ഷെഡുണ്ടാവും, അതിനകത്ത് തൂമ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അവർക്കൊന്നും കൊണ്ടുവരണ്ട, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അതിൽ വീടിനകത്തായാലും ശരി കത്തി വെക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച്, കുട്ടികളെ എപ്പോഴും എടുക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് അതൊക്കെ കത്തിയൊക്കെ ആയാലും അലക്ഷ്യമായിട്ട് മേശപ്പുറത്തും അടുക്കളയുടെ പാതകത്തിലൊന്നും ഇടരുത്. അത് വെക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ വെക്കണം. ആയുധങ്ങൾ വീട്ടിനകത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കണം. അതുപോലെ എല്ലാ ദിവസവും രാത്രി പണിക്കാരൊക്കെ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ തൂമ്പ, പാര, കോടാലി ഇങ്ങനെയുള്ള സാധനങ്ങൾ വീടിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സേഫായിട്ട് ഔട്ട്ഹൗസ് ഉള്ളവർ അതിൻ്റെ അകത്ത് സൂക്ഷിക്കാം. അലക്ഷ്യമായിട്ട് വീടിൻ്റെ പിന്നിൽ വിറക് കീറുന്ന ആൾക്കാർ എന്ത് ചെയ്യും, കോടാലി അവിടെ തന്നെ ഇടുകയാണ്. അതുപോലെ തന്നെ തൂമ്പ അവിടെ ഇരിപ്പുണ്ട്. വെട്ടുകത്തിയൊക്കെ അലക്ഷ്യമായിട്ടിടും. അപ്പോൾ തേങ്ങ വെട്ടാനായിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് വെട്ടുകത്തി അവിടെ വെച്ച് മറന്നു പോകും. വളരെ ആയുധങ്ങൾ എപ്പോഴും കുട്ടികളുടെ ആയാലും ശരി വീട്ടുകാർ, ചിലപ്പോൾ ഒരു അരിശം വന്നൊരു പയ്യന് സ്വല്പം പ്രശ്നമുള്ള വീട്ടിലെ പയ്യന് അവന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലും അല്ലാത്ത എല്ലാവരും ആയുധങ്ങൾ എപ്പോഴും അസൗകര്യമുള്ള സ്ഥലത്ത് മാത്രം സൂക്ഷിച്ച് വെക്കുക. കാരണം അടുക്കളയെ പാതകത്തിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ എപ്പോഴും ഒരു വടി നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു മൂലയിൽ
ഒരു ചൂരിൽ നല്ല വടിയോ ഏതെങ്കിലും ഒരു വടി അവിടെ എപ്പോഴും വെക്കണം. ആ സ്ഥലം മാറ്റരുത്. കാരണം വീട്ടിലുള്ളവർക്കെല്ലാം വടി ഇടറാ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊട്ടിയായാലും ഓടിപ്പോയി ആ മൂലയിൽ നിന്ന് എടുക്കണം, എല്ലാവർക്കും അറിയുന്ന സ്ഥലത്ത്. കാരണം കേരളത്തിലെ മുഴുവൻ വീടുകളിലൊക്കെ പാമ്പുകൾ ധാരാളമുണ്ട്. അപ്പം പാമ്പ് വീടിനകത്തും പലരുടെ വീടിനകത്തും കയറും. അത് റോഡിലൊക്കെ ചൂട് കൂടുതലൊക്കെയാണ് ചിലപ്പോൾ സ്വല്പം തണുപ്പ് കിട്ടാൻ വേണ്ടി തുറന്ന് കിടക്കുന്ന വാതിലിനകത്ത് ഏത് നഗരത്തിലായാലും ശരി, ഏത് ഗ്രാമത്തിലായാലും ശരി, പാമ്പ് വന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് അതിനെ അടിച്ചു കൊല്ലണം. അന്നേരം വടി തപ്പിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എപ്പോഴും ഒരു വടി അവിടെ തന്നെ ഇരിക്കണം. ആറ്റി എടുത്തുകൊണ്ട് പോയാൽ തന്നെ ഇരിക്കണം. അപ്പോൾ അത് വളരെ അത്യാവശ്യം ഒരു ഘടകമാണ്. ഒരു കുറുവടി അല്ലെങ്കിൽ ഒരു വടി. മിക്കവാറും അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഒത്തിരി മുറിയുള്ള ആൾക്കാർ വടിയെടുത്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ കിടന്ന് തപ്പണ്ട. നമ്മൾ വീടിനകത്തൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ പേടിച്ച് വടിയെടുക്കുമ്പോൾ പാമ്പിൻ്റെ വഴിക്ക് പോവും. അപ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ അത് ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ ഒരാളെ നിർത്തണം, അല്ലെങ്കിൽ നമ്മളവിടെ നിന്നിട്ട് വിളിക്കണം മറ്റുള്ളവരെ, അല്ലെങ്കിൽ മൊബൈലിൽ വിളിക്കണം. അവരാണ് വടിയെടുത്തുകൊണ്ട് വരുന്നത്. വടിയെടുത്തുകൊണ്ട് പാമ്പ് എവിടെ പോയെന്ന് അറിയത്തില്ല. വീടിനകത്ത് തന്നെ ചിലപ്പം ബെഡിനകത്തൊക്കെ കയറിയിരുന്ന് കളയും. അതുകൊണ്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചോടരുത്, അവിടെ നിൽക്കുക, അതെവനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ അതൊക്കെ വിളിക്കുക വീട്ടുകാരെ. അവർ വരുമ്പം വടിയെടുത്ത് അടിച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നുകളെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലാ വീടുകളിലും സുരക്ഷിതമായിട്ട് നമ്മൾ ഈ വടി വെക്കണം. അത് നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ആയുധങ്ങളുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം കാര്യങ്ങൾ നമുക്കിതുപോലെ ഈ പ്രിവെൻഷൻ നടത്താം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കുറുവാ സംഘത്തിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം.